ഇന്നിപ്പോൾ ഈ സിതാര എന്ന് പറയുന്ന വീട്ടിലേക്ക് ധാരാളം ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യരും അവരുടെ വ്യക്തിഗതമായ അനുഭവമാണ് പറയുന്നത്. എം ടിയെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തിപരമാണ്. സാധാരണഗതിയിലൊരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ, സാമൂഹിക പരിഷ്കർത്താവ്, ഇത്തരം ആളുകളൊക്കെ മരിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ആശയങ്ങളും അവർ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളും അവരെടുത്തിട്ടുള്ള നിലപാടുകളുമൊക്കെയാണ് സാധാരണഗതിയിൽ മലയാളം ചർച്ച ചെയ്യുക, കേരളം ചർച്ച ചെയ്യുക. എം ടിയുമായി ബന്ധപ്പെട്ട് ഓരോ മനുഷ്യരും അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് പറയുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ, എനിക്ക് വ്യക്തിപരമായൊരനുഭവം മറ്റൊരാളോട് പറയണമെങ്കിൽ അത് ഞാൻ എൻ്റെ മനസ്സിൽ അനുഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിൽ അനുഭവിക്കുന്ന തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളുണ്ടാവുക അത് വളരെ അപൂർവമാണ്. ആ അർത്ഥത്തിൽ വളരെ വ്യക്തിപരമായ അനുഭവമാണ്. ഓരോ മനുഷ്യനിലും എം ടി എന്ന് പറയുന്നത് വ്യക്തിപരമായ സ്വാധീനമാണ്. അതൊരു കൂട്ടായ്മയുടെയോ ഒരു സാമൂഹികമായ മുന്നേറ്റത്തിൻ്റെയോ ഒന്നും ഭാഗമല്ല. മറിച്ച് എം ടി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു, അയാൾ കഥ എഴുതുന്നു, അയാൾ നോവൽ എഴുതുന്നു, അയാൾ സിനിമകൾ എടുക്കുന്നു, അയാൾ പ്രഭാഷണങ്ങൾ നടത്തുന്നു, അയാൾ ആളുകളോട് സംസാരിക്കുന്നു, അയാൾ പത്രാധിപരായിരിക്കുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ആളുകളുമായി വ്യക്തിപരമായി സംവദിച്ച ഒരു ആളാണ് എം ടി വാസുദേവൻ നായർ. ആ അർത്ഥത്തിലൊക്കെ എം ടിയുടെ ജീവിതം എന്ന് പറയുന്നത് മലയാളിയുടെ ആകെ ജീവിതത്തിൻ്റെ ഒരു പ്രതീകമായി എം ടിയെ കാണാം. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ മലയാളിയുടെ ജീവിതത്തെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ചെറിയ ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അപ്രസക്തമായി പോകുന്ന ജീവിതങ്ങളായി ധാരാളം പേർ നിൽക്കുമ്പോൾ തന്നെ എം ടിയെ സംബന്ധിച്ചിടത്തോളം 7 പതിറ്റാണ്ടുകൾ നിരന്തരമായി മലയാളികളുമായി സംവദിക്കാനും അത് കഥകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ എല്ലാ മാധ്യമങ്ങളിലൂടെയും സംവദിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയൊരു ശൂന്യതയാണ് മലയാളിയെ സംബന്ധിച്ചും മലയാളികളുടെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ചും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ സമയത്തും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ഇവിടെ തന്നെയാണ് പൊതുദർശനം. മറ്റെങ്ങോട്ടേക്കും ഒരു ചടങ്ങും പാടില്ല എന്നാണ് അദ്ദേഹം നിഷ്കർഷിച്ചിട്ടുള്ളത്. പൊതുദർശനം പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ചടങ്ങുകളിലൂടെയാണ് എല്ലാം കടന്നു പോവുക. സംസ്കാരം 5 മണിക്കാണ് നടത്താൻ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം നാളെ രാവിലെ 8 മണിക്ക് തന്നെ ഇവിടെ വന്ന് അന്തിമോപചാരം അർപ്പിക്കും. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ എല്ലാ പ്രമുഖരും രാവിലെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എം ടിയുടെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള വളരെ കുറച്ച് ആളുകളല്ലേ എം ടിയുടെ സൗഹൃദത്തിലുള്ളൂ. ആ സൗഹൃദത്തിലെ എല്ലാ ആളുകളും ഇവിടെ തന്നെ ഈ സമയത്തുണ്ട്. എം ടിയുടെ ഒരു വിയോഗമുണ്ടാക്കുന്ന ദുഃഖത്തിലാണ് എല്ലാവരും ഉള്ളത്. എം ടിയെ സംബന്ധിച്ച് എല്ലാവരും അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളും ഓർമ്മകളുമാണ് പറയുന്നത്. വിനീത, ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞത് എം ടിയുടെ എല്ലാ രചനകളും താങ്കൾ വായിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഓർത്തെടുക്കുന്നത് ഇപ്പോൾ 2-ാം ഊഴത്തിൽ പറഞ്ഞതുപോലെ എല്ലാ ആരംഭങ്ങൾക്കും അവസാനമുണ്ട്, ഓർമ്മിക്കുക, അതുപോലെ കാലത്തിലെ വരികൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തിരയടിച്ചെത്തുകയാണ്. അതിപ്പോൾ കാലമായാലും മഞ്ഞായാലും അസുരവിത്തായാലും അങ്ങനെ ഓരോ രചനയിലും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത കാത്തുവെച്ച് നമ്മളെ അതിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ കൊണ്ടുപോയ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രചനകൾ അല്ലെങ്കിൽ സാഹിത്യ ജീവിതത്തെ കൂടി നമുക്ക് ഈ അവസരത്തിൽ എങ്ങനെയാണ് ഓർത്തെടുക്കേണ്ടത് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ? വിനീത, മലയാളത്തിലെ ചെറുകഥാ സാഹിത്യത്തിൽ ഇത്രയധികം ശില്പപരമായ ഭംഗി സൂക്ഷിച്ചിട്ടുള്ള എഴുത്തുകാർ വളരെ അപൂർവമായിരിക്കും. ഒരു രചന എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഇത്രയേറെ സൂക്ഷ്മതയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുക, വാക്യങ്ങൾ ഉപയോഗിക്കുക, ഇതെല്ലാം എം ടിയുടെ വളരെ സവിശേഷതയാണ്. എം ടിയുടെ കൈയടക്കമുള്ള എഴുത്ത് എന്ന് പറയുന്നത് ആരെയും അസൂയപ്പെടുത്തുന്ന വിധത്തിലുള്ളൊരു കൈയടക്കമുള്ള എഴുത്തുകാരനാണ്. അനാവശ്യമായൊരു വാക്ക്, അനാവശ്യമായൊരു പ്രയോഗം എം ടിയുടെ ഒരു ചെറുകഥയിലും കാണാൻ കഴിയില്ല, എം ടിയുടെ ഒരു നോവലിലും കാണാൻ കഴിയില്ല. എം ടി എപ്പോഴും വളരെ ലളിതമായിട്ടാണ് കഥ പറയുന്ന ഒരു രീതി എം ടിക്കുണ്ടായിരുന്നത്. എം ടിയുടെ നോവൽ വായിക്കാൻ അത്രയേറെ
ആയാസപ്പെടേണ്ട ഒരു കാര്യമില്ല. അത് എം ടിയെ സംബന്ധിച്ചിടത്തോളം എഴുത്തെന്ന് പറയുന്നത് ബുദ്ധിപരമായൊരു എക്സസൈസ് ഒന്നും ആയിരുന്നില്ല. ബുദ്ധിപരമായി കുറേ കാര്യങ്ങൾ എഴുതി വെച്ച് കളയാം എന്ന് വിചാരിച്ച് പേനയെടുക്കുന്ന ഒരാളായിട്ട് ഞാൻ ഒരിക്കലും എം ടിയെ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, ഏത് മലയാളി എം ടിയെ വായിച്ചിട്ടുണ്ടോ അദ്ദേഹം വളരെ ബുദ്ധിപരമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ഒരു കഥയോ ഒരു നോവലോ എം ടി എഴുതിയിട്ടില്ല. രണ്ടാമത്, എം ടി ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എം ടിക്ക് അറിയുന്ന ലോകത്തെ അല്ലാതെ മറ്റൊരു ലോകത്തെയും എം ടി ആവിഷ്കരിച്ചിട്ടില്ല. നമുക്ക് ഭാവനയിലൂടെ പല കാര്യങ്ങൾ എഴുതാം, അതെല്ലാവരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന് അറിയുന്ന ഒരു പ്രദേശത്തെ ജീവിതത്തെ, അദ്ദേഹത്തിന് അറിയുന്ന പലതരം കഥാപാത്രങ്ങളെ, അദ്ദേഹത്തിന് അറിയുന്ന കഥാ അന്തരീക്ഷത്തെ, അതൊക്കെ തന്നെയും വളരെ കൃത്യതയോടുകൂടി തൻ്റെ ഭാവനയിലേക്ക് കൊണ്ടുവന്ന് ഒരു കഥയായോ നോവലായോ ചലച്ചിത്രമായോ ആവിഷ്കരിക്കുന്ന രീതിയാണ് എം ടി എപ്പോഴും അവലംബിച്ചിട്ടുള്ളത്. എം ടിക്ക് നേരിട്ടറിയാത്ത ഒരു കാര്യവും എം ടി എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എം ടിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള, എം ടിക്ക് നേരിട്ട് മനസ്സിലായിട്ടുള്ള, എം ടി നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കഥകളും കഥാപാത്രങ്ങളും ഒക്കെയാണ് എം ടി മലയാളത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്.